തിഹങ്ക ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ഒരു മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പി നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. അതിലേക്ക് ഒരു 20 ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. കഷ്ണങ്ങളാക്കിയതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറിയുള്ളി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വെന്തൊടങ്ങിയ തക്കാളിയിലേക്ക് നമ്മൾ 2 കുടംപുളി ഇതേപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളം അടക്കം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 5 കഷ്ണം ചാള, ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തിയാണ് എടുത്തിരിക്കുന്നത്. 5 കഷ്ണം ചാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മീനിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നത് വരെ നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറുകിയ ചാറോട് കൂടിയിട്ടാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ അത് കാരണം മൂടി വയ്ക്കുന്നില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വളരെ സിമ്പിൾ മസാലയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. നിങ്ങളിങ്ങനെ ഒന്ന് മത്തിക്കറി വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചാളയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സിമ്പിൾ ചാളക്കറി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.